friends, welcome to Simply Healthy. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്കത് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പുലാവാണ്. ഈ പുലാവിൻ്റെ പേര് ഗോവൻ പ്രോൺസ് പുലാവ് എന്നാണ്. എൻ്റെ ഫാമിലി പണ്ട് ഗോവയ്ക്ക് പോയപ്പോൾ അവരുടെ ഒരു ആൻറ്റി ഇപ്പോൾ പ്രിപ്പയർ ചെയ്തൊരു ഡിഷാണ്. അപ്പോൾ അവർക്കത് കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഫാമിലിക്ക്. അപ്പോൾ അവർ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ അത് പ്രിപ്പയർ ചെയ്തതാണ്. ഇറ്റ് വാസ് ആൻഡ് ട്രസ്റ്റ് മീ ഇറ്റ് വാസ് സോ ഡെലീഷ്യസ്. ഞാൻ ഇന്ന് ആ ഒരു റെസിപ്പിയാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. 3 പച്ചമുളക് മീഡിയം സൈസ്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 6 വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിയിൽ ഇട്ട് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇനി ഇതൊരു 1/2 kg ചെമ്മീനാണ്. ഞാൻ നല്ലപോലെ കഴുകി ഡീവെയിൻ ചെയ്ത് വെച്ചതാണ്. ഇതിനകത്തോട്ട് നമ്മൾ മിക്സിയിൽ അരച്ച അരപ്പ് ചേർക്കുക. പ്ലസ് ഒരു 1/2 ലൈമും കൂടെ ചേർത്ത് കൊടുക്കുക. സ്ക്വീസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 1/2 hour മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. ഇത് 2 കപ്പ് ബസ്മതി റൈസാണ്. ഇത് നല്ലപോലെ കഴുകി ഇതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ആ ഒരു അരിയുടെ മുകളിൽ നിൽക്കത്തക്ക വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 hour സോക്ക് ചെയ്യാൻ വയ്ക്കാം. പാൻ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിലും സൺഫ്ലവർ ഓയിലും എടുത്ത് അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് കുറച്ച് ബേ ലീവ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പട്ട, പിന്നെ കുറച്ച് ഏലക്ക. ഈ സമയത്തൊക്കെ ഗ്യാസ് ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഇതൊക്കെ നന്നായി ഇളക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ പ്രോൺസ് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ച റൈസ് സോക്ക് ചെയ്തിട്ട് വെള്ളം കളഞ്ഞ ആ റൈസ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം 3.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഹൈ ഫ്ലെയിമിലിടാം. ഇളക്കിയതിന് ശേഷം ഒന്ന് കുറച്ച് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ നമ്മളത് അടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരും. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. പ്രോൺസിൻ്റെ ഒരു നല്ല ഫ്ലേവറാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അധികം കുഴക്കേണ്ട, ചെറുതായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നമുക്കിനി അത് വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഫോർക്ക് ഉപയോഗിച്ചൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അരി നല്ല വിട്ടിരിക്കും. ഇനി ഗാർണിഷ് ചെയ്യാൻ നട്ട്സും സവോളയും നെയ്യിൽ വറുത്ത് എടുക്കുക. അത് അതിൻ്റെ നെയ്യ് ഇതിന് മീത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മുടെ ഹെൽത്തി ഗോവൻ പ്രോൺസ് പുലാവോടെ റെഡി ആയി കഴിഞ്ഞു. പ്രോൺസും റൈസും കൂടെ ഒരുമിച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ വേവിക്കുമ്പോൾ പ്രോൺസിൻ്റെ ഫ്ലേവർ റൈസും കൂടെ ഒരുമിച്ച് ബ്ലെൻഡായി വരും. അപ്പോൾ നല്ലൊരു ഒത്തൻറ്റിക് ഗോവൻ ഫ്ലേവറാണ് നമുക്ക് ഈ പുലാവിന് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രോൺസ് പുലാവിന് കിട്ടിലും ടേസ്റ്റ് കേട്ടോ. പിന്നെ പ്രോൺസ് വിചാരിക്കുന്ന പോലത്തെ ഒരു ഐറ്റം ഒന്നുമല്ല, വളരെ ഹെൽത്തിയാണ്. നമ്മുടെ ബോൺസൊക്കെ സ്ട്രോങ് ആവാനും നമുക്ക് നല്ലൊരു ഇമ്മ്യൂൺ സിസ്റ്റം കിട്ടാനും പ്രോൺസ് വളരെയധികം സഹായിക്കും. വീക്കെൻഡ്സിന് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ ഇതെന്തായാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്കൊരു റൈത്തയുടെ കൂടെയോ അല്ലെങ്കിൽ ഒരു കുറുമയുടെ കൂടെയോ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ സ്റ്റേ സിംപ്ലി ഹെൽത്തി.